ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം തന്ന മഹാഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രികാലം എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ നസ്രത്ത് ഈ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഒരു സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഇത്ര ഭാഗ്യം തന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഈ രാത്രികാലം അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം സദൃശവാക്യങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം കാണപ്പെടുന്നു: വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ഈ രാത്രികാലം വായിച്ചു കേട്ട തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറട്ടെ. ഈ രാത്രികാലം ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സദൃശവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നൊരു ഭാഗം, ആ ഭാഗത്തിൻ്റെ അകത്തളങ്ങളിൽ 13-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യ ശകലത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ വൈതലേ, നാം നമ്മുടെ മക്കളെ എപ്രകാരം വളർത്തണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകളെ നാം എപ്രകാരം വളർത്തണം. സങ്കീർത്തന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന അവകാശമായ ഉദരഫലമാകുന്ന പ്രതിഫലമായ തലമുറകളെ നാം എപ്രകാരം വളർത്തണം. ദൈവകൃപയിലും ദൈവഭയത്തിലും നാം തലമുറകളെ വളർത്തേണ്ടത് അത്യാവശ്യമെന്ന് പ്രാരംഭഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇന്ന് അനേകർ തൻ്റെ തലമുറകളെ വളർത്തുന്നത് ശിക്ഷിച്ചിട്ടല്ല വളർത്തുന്നത്. അവർ എന്ത് തെറ്റ് ചെയ്താലും അത് കണ്ടിട്ടും കാണാത്ത നിലവാരത്തിൽ അയ്യോ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് അവരധികമായി സ്നേഹിക്കുന്ന ഒരു അനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ കാണപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? വടി ഉപയോഗിക്കുന്നവൻ തൻ്റെ മകനെ എന്തു ചെയ്യാണ്? പകയ്ക്കുന്നു. നോക്കണേ, ഒരു പിതാവിന് 2 മക്കളുണ്ട്. ആ പിതാവ് തൻ്റെ 2 മക്കൾ എന്ത് തെറ്റ് ചെയ്തെന്നാലും ആ മക്കളെ അടിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നില്ല. പല പ്രാവശ്യം പലരും ആ പിതാവിനോട് പറഞ്ഞു: ഏയ് സഹോദര, നിങ്ങളുടെ മക്കൾ ഇന്ന തലത്തിൽ അവർ സ്തോത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കൈ സ്തോത്രം മിണ്ടാതെ വെച്ചിരിക്കുന്നില്ല. കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര പ്രതികൂലമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മക്കളെ നിങ്ങൾ ശിക്ഷിച്ച് വളർത്തണം. വീട്ടിൽ നിങ്ങളെ മക്കൾക്ക് ഒന്നിൽ നിങ്ങൾ നല്ല ഉപദേശം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശിക്ഷിച്ച് വളർത്തണമെന്ന് പറഞ്ഞ് ആ പിതാവിൻ്റെ മക്കൾ 5ലും 7ലും പഠിക്കുന്ന സമയത്തും അനേകർ ആ പിതാവിന് സഹോദരങ്ങൾ വരെ പറഞ്ഞിട്ടും ആ പിതാവ് വടിയെടുക്കാതെ മക്കളെ അമിതമായി സ്നേഹം കൊടുത്തു ലാളിച്ച് ആ മക്കളെ വളർത്തുവാനിടയായി. പിന്നത്തതിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയണമോ? പിന്നത്തിൽ ആ മക്കൾ വളർന്നു 18, 19, 20 വയസ്സായതിനു ശേഷം അവരിഷ്ടത്തിന് അവർ ജീവിക്കുവാൻ തുടങ്ങി. അപ്പൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, രാത്രി മദ്യപിച്ച് വരിക, അപ്പൻ എവിടെ പോയിടാ മദ്യപിച്ചിട്ട് വെച്ചാൽ അപ്പന് സ്തോത്രം അടിക്കുക. ആ നിലവാരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി. ആരുപദേശിച്ചാലും നിൽക്കത്തില്ല. നോക്കണേ, ആ പിതാവിൻ്റെ മക്കൾ 5ലും 7ലും പഠിക്കുന്ന സമയത്തും അനേകർ പറഞ്ഞപ്പോൾ അത് കേട്ടനുസരിച്ച് തൻ്റെ മക്കളെ വടിയെടുത്ത് തെറ്റ് ചെയ്ത സമയത്ത് ശിക്ഷ കൊടുത്ത് വളർത്തിയെങ്കിൽ ആ മക്കൾക്ക് പിതാവിനോടൊരു ഭയവും ഞങ്ങൾ ചെയ്ത തെറ്റാണ്, അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എന്നെ അടിച്ചതെന്ന് മക്കൾ മനസ്സിലാക്കി നേരെ അവർ ജീവിക്കുമായിരുന്നു. നോക്കണം, എന്നാൽ പിന്നത്തിൽ എന്ത് സംഭവിച്ചോ? പോലീസ് കേസ്, ആ കേസ്, ഈ കേസ്, മോഷണ കേസ്, പിടിച്ചു പോലെ ആ നിലവാരത്തിൽ വിഷയങ്ങൾ കൈവിട്ട് പോകപ്പെടുവാനിടയായി. പിന്നത്തേതിൽ ആ പിതാവും മാതാവും നിലവിളിക്കുക: ദൈവമേ, രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നമ്മുടെ മക്കൾ ദൈവം തരുന്ന അവകാശവും ഉദരഫലം പ്രതിഫലമായിരിക്കപ്പെടുമ്പോൾ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതൽ, ദൈവം തന്ന തലമുറയെ ദൈവവചനപ്രകാരം നമ്മൾ നടത്തണം, നേരായ പാതയിൽ വളർത്തണം. ആ തെറ്റെന്ത് ശരിയെന്ത്, നന്മയെന്ത് തിന്മയെന്ത്, മക്കളെ നീ സ്കൂളിൽ പോകുമ്പോൾ എപ്രകാരം ഇരിക്കണം, മക്കളെ നീ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ എപ്രകാരം ഇരിക്കണം എന്ന് മക്കളെ നല്ലവണ്ണം ഉപദേശ തലത്തിൽ നീ വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നത്തേതിൽ നീ നിലവിളിച്ച് കരയേണ്ട ഒരു ഭാഗം നിൻ്റെ മുമ്പിൽ കടന്നു വരപ്പെടുവാനിടയാകും. ഇവിടെ നോക്കണേ,
നോക്കണേ, ഞാനിൽ ജ്ഞാനിയായ ശലോമോൻ പറയാണ്, വടി ഉപയോഗിക്കാത്തവൻ മക്കളെ പകയ്ക്കുന്നു. എന്താണ് പകയ്ക്കുന്നത്? ഇന്ന് നീ നിൻ്റെ മക്കളെ തല്ലി വളർത്തിയാൽ, തെറ്റ് കാണിക്കുമ്പോൾ നേരായ പാതയിൽ അവരനുസരണമുള്ള തലത്തിൽ നീ അവർക്ക് ശിക്ഷണം കൊടുത്ത് വളർത്തിയാൽ, നാളെ ആ മക്കൾ നിന്നെ സ്നേഹിച്ച് അവരെത്ര പ്രായമായിരുന്നാലും പിതാവ് എന്നുള്ള ബഹുമാനം നിൻ്റെ ജീവിതത്തിൽ തന്ന് നമ്മൾ ദേശ നടുവിൽ സ്തോത്രം മാതൃകളെ ജീവിതം നയിക്കുന്ന തലമുറയായി, ദേശത്ത് നടുവിൽ കടന്നു പോകുന്നിടത്തൊക്കെ നല്ല സാക്ഷ്യമുള്ള തലമുറയായി, ഇത് ഇന്നാരുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നാരുടെ മകളാണെന്ന് പറയുന്ന തലത്തിൽ നല്ല സാക്ഷ്യമുള്ള മക്കളായി നിൻ്റെ മക്കളും കാണപ്പെടുവാനിടയും ഇല്ല. നീ വടിയെടുക്കാതെ വണ്ണം മക്കൾ സ്തോത്രം താന്തോന് തനമൊക്കെയും കാണിക്കപ്പെടുമ്പോൾ അനേകർ വിളിച്ചു പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടാലും നീ വടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ, പിന്നത്തതിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ വൈതലേ, നിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരപ്പെടുവാനിടയാകും. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നമ്മുടെ തലമുറകളെ നേരായ പാതയിൽ നാം വളർത്തേണ്ടത് അത്യാവശ്യമെന്ന് സ്തോത്രം പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ നോക്കണം, ഞാനിൽ ജ്ഞാനിയായ ശലോമോൻ പറയാണ്, വടി ഉപയോഗിക്കാത്തവൻ അപ്പനെ പകയ്ക്കുന്നു. എന്താണ് പകയ്ക്കുന്നത്? ദൈവവചനം പറയാണ്, നീ നിൻ്റെ മകൻ തെറ്റ് കാണിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും നീ അവനെ വടിയെടുത്ത് അവനെ സൃഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ മകനെ പകയ്ക്കുന്നു, അഥവാ നീ നിൻ്റെ മകനെ ഭയപ്പെടുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപൈതലേ, പല പിതാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഇപ്രകാരം ഒരു ചിന്തയുണ്ട്, എൻ്റെ മക്കൾ ചെറു കുഞ്ഞുങ്ങളാണ്, അവർ തെറ്റ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളവർ സ്തോത്രം ഒതുക്കി വെച്ചിട്ട് അതൊരു പകയുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് അവൻ വളർന്നു വരുമ്പോൾ ഒരു പക്ഷേ എൻ്റെ വാക്കനുസരിക്കത്തില്ല, എനിക്ക് നേരെ തിരിയുമോ എന്നൊക്കെയും സ്തോത്രം ചില പിതാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളങ്ങളിൽ ചില ചിന്തകളുണ്ട്. സ്തോത്രം ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപൈതലേ, ഈ ചിന്തകൾക്കും നീ ഒന്നെടുത്ത് പുറത്തു കളഞ്ഞേ. അപ്രകാരം നീ ചിന്തിക്കരുത്, മക്കൾ യഹോവ തരുന്ന ദാനമാ, മക്കൾ യഹോവ തരുന്ന സ്തോത്രം ഉദരഫലമാ, മക്കൾ യഹോവ തരുന്ന അവകാശം. ആ അവകാശത്തെ നേരായ പാതയിൽ ദൈവകൃപയിലും ദൈവഭയത്തിലും സ്തോത്രം നന്മയെന്തെന്നും തിന്മയെന്തെന്നും അവനെ പഠിപ്പിച്ചും അവൻ തെറ്റ് കാണിച്ചാൽ വടിയെടുത്ത് ശിക്ഷ കൊടുത്തും നീ നേരായ പാതയിൽ നീ വളർത്തിയാൽ മക്കൾ നിനക്ക് അനുഗ്രഹമായി എപ്പോഴും നിന്നോട് കൂടെ ഇരിക്കും. നിൻ്റെ ദേശനടുവിൽ സ്തോത്രം ഇന്നയുടെ പിതാവാണ് അല്ലെങ്കിൽ പിതാവിൻ്റെ മക്കളാണ് ഇന്നവരെന്ന് പറയുന്ന തലത്തിൽ വലിയൊരു മാന്യത ദേശനടുവിൽ നിനക്ക് ലഭിക്കപ്പെടുവാനിടയാകും. അല്ല എങ്കിൽ ആ ഇന്നയുടെ അപ്പനാണ്, ഇന്ന മോഷണ കേസിലെ ആ പയ്യമര പിതാവായത്, ഇന്ന അടുത്ത് വീട് കയറി ഒരുത്തനെ വെട്ടിയില്ലേ, ഇന്നരുടെ പിതാവാ മാതാവ് എന്ന് നീ അറിയപ്പെടുവാനിടയാകും. അങ്ങനെ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപൈതലേ, നീ സ്തോത്രം നല്ല സാക്ഷ്യമുള്ള മക്കളുടെ മാതാവും പിതാവും എന്നറിയപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവോ, അതോ മോശമായ മക്കളുടെ സ്തോത്രം മോഷണ കേസിലെ പ്രതിയുടെ അപ്പനും അമ്മയും, അല്ലെങ്കിൽ സ്തോത്രം കൊലപാതക കേസിലെ സ്തോത്രം പ്രതിയുടെ മാതാവും പിതാവുമാണ് നിങ്ങളെന്ന് അറിയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഇതിലേത് വേണമെന്ന് നിങ്ങൾ ഈ രാത്രികാലം തിരഞ്ഞെടുക്കണം. ഇന്ന് അനേക തലമുറകൾ വഴിതെറ്റിപ്പോകുന്നു. അനേക തലമുറകൾ സ്തോത്രം മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല. അനേക തലമുറകൾ അപ്പനെ അടിക്കുന്നു, അപ്പനെ കൊന്നുകളയുന്നു. എത്രയോ വാർത്ത ഞങ്ങൾ സ്തോത്രം നമ്മൾ രാവിലെ പത്രം എടുക്കുമ്പോൾ എത്ര സ്തോത്രം പത്രത്തിലെ വാർത്തകൾ നാം വായിക്കാറുണ്ട്. അപ്പനും മകനും പിതാവും ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്നു, അത് കഴിഞ്ഞ് എന്തോ ചൊല്ലി തർക്കമുണ്ടാകുന്നു, മകൻ അപ്പനെ അടിച്ചു കൊല്ലുന്നു. മറ്റൊരു വാർത്ത, ഇതേ വാർത്ത തന്നെയാണ്, അപ്പനും മകനും ഇരുന്ന് കുടുംബമായിരുന്ന് മദ്യപിച്ചു, എന്തോ വാക്ക് തർക്കങ്ങളുണ്ടായി, അപ്പൻ മകനെ അടിച്ചു കൊന്നു. അല്ലെങ്കിൽ മറ്റൊരു വാർത്ത ഇങ്ങനെയാണ്, അപ്പനും സ്തോത്രം മകനുമായി ഒരുമിച്ച് രാത്രി മദ്യപിച്ചു, വാക്ക് തർക്കങ്ങളുണ്ടായി, അപ്പനും മകനും കൂടെ ചേർന്ന് അമ്മയെ അടിച്ചു കൊന്നു. നോക്കണേ, ഈ സമൂഹം ഈ നിലവാരത്തിലല്ലേ പോകുന്നത്? അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന തലമുറയെ നേരായ പാതയിൽ വളർത്തുവാൻ നാം തയ്യാറാകണം. ഇവിടെ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം തയ്യാറായാൽ
ദൈവവചനം പറയുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ സൂക്ഷിക്കുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ വചനപ്രകാരം തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. ദൈവവചനത്തിനകത്ത് സത്യങ്ങൾ എന്തെന്ന് നാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അന്യരെ ഉപദ്രവിക്കാനല്ല ദൈവം നമ്മെ പഠിപ്പിച്ചത്, അന്യരെ സ്നേഹിക്കാനാണ്. നമ്മൾ ഒരുവൻ താഴ്ച കിടന്നാൽ അവനെ കണ്ടിട്ട് ഉപേക്ഷിക്കുവാനല്ല ദൈവം പഠിപ്പിക്കുന്നത്, അവനെ സഹായിക്കാനാ. ഒരു വസ്ത്രമില്ലാത്തതിന് വസ്ത്രം കൊടുക്കുവാനാ, ഒരു നേരത്തെ ആഹാരമില്ലാത്തവന് സ്തോത്രം ആഹാരം വാങ്ങിച്ചു കൊടുക്കാനാ, കയറി കിടക്കാൻ ഒരു വീടില്ലാത്തവന് വസ്തു വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ വസ്തു വാങ്ങിച്ചു കൊടുത്ത് ഒരു ഭവനം വെച്ച് കൊടുക്കുവാനാ. സ്തോത്രം ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. അല്ലാതെ അന്യനെ ഉപദ്രവിക്കാനോ, അന്യനോട് പോരാടുവാനോ, അന്യൻ്റെ സ്വത്തുവകൾ മോഷ്ടിച്ചെടുക്കുവാനോ, അന്യൻ്റെ അതിന് മാന്തുവാനോ, അന്യനെ ഉപദ്രവിക്കുവാൻ അങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കേണ്ടതെന്ന്. നേരായ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകൾക്കകത്തളം കൊടുത്ത് അവൻ നല്ലൊരു മകനായി, സാക്ഷ്യമുള്ള മകനായി, ഇന്നര മക്കളെ നീ ഇവനെ കണ്ട് പഠിക്ക് എന്ന് പറയുന്ന തലത്തിൽ നമ്മളെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ചും നേരായ പാതയിൽ നാം നടത്തുവാൻ തയ്യാറായാൽ പിന്നത്തിൽ നാം ദുഃഖിക്കേണ്ടി വരത്തില്ല, പിന്നത്തിൽ നാം സങ്കടം അനുഭവിക്കേണ്ടി വരത്തില്ല, പിന്നത്തിൽ നാം വസിക്കുന്ന ദേശത്തിൻ്റെ നടുവിൽ സ്തോത്രം നിന്നാപാത്രമായി തീരേണ്ട സ്തോത്രം സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എൻ്റെ മുമ്പിലിരുന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രികാലം കൈമാറുന്ന ഒരു ദൂതെന്ന് പറയുന്നത്, മക്കൾ യഹോവ തരുന്ന അവകാശമാ, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാ. അവനെ നേരായ പാതയിൽ നടത്തി അവൻ തെറ്റ് കാണിക്കുമ്പോൾ വടിയെടുത്ത് ശിക്ഷ കൊടുത്ത്, മക്കളെ നീ കാണിച്ച് തെറ്റെന്ന് പറഞ്ഞ് ആ തെറ്റെന്തെന്ന് ചൂണ്ടിക്കാണിച്ച് അവൻ ശിക്ഷ കൊടുത്ത് നേരായ പാതയും നടത്തുവാൻ. അങ്ങനെ ഈ രാത്രികാലം നമ്മുടെ തലമുറകളെ നാം നിസ്സാരമെന്ന് ചില തെറ്റുകുറ്റങ്ങൾ കാണപ്പെടുമ്പോൾ അത് ചെറുതല്ലേ, അത് വലുതാകുമ്പോൾ അവൻ മാറിക്കൊള്ളും എന്ന് പറഞ്ഞ് അവൻ്റെ തെറ്റിനെ നീ പ്രോത്സാഹിപ്പിക്കുവാൻ നീ തയ്യാറായാൽ കണ്ണുനീരേ നിൻ്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ കാണത്തുള്ളൂ. മറിച്ച് ദൈവവചന പ്രകാരം അവനെ വളർത്തി അവൻ്റെ കുഞ്ഞു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ വടിയെടുത്ത് കുഞ്ഞൊരു ശിക്ഷ കൊടുത്തു, മക്കളെ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് മനസ്സിലാകും, ഞാൻ ചെയ്തത് തെറ്റായതുകൊണ്ടാണ് എൻ്റെ പിതാവിനെ അടിച്ചതെന്ന്. ആ കുഞ്ഞിന് ആദ്യം സങ്കടം വരും, ആ കുഞ്ഞ് കരഞ്ഞൽപ്പം മാറി നിൽക്കും. അത് കഴിയുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാകും, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എൻ്റെ പിതാവിനെ സൃഷ്ടിച്ചത്. അത് മനസ്സിലായി ആ കുഞ്ഞ് ഓടി വന്ന് തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് തുരുതര അലവിൽ സ്തോത്രം കവളിൽ ചുംബിച്ചിട്ട് പറയും, അപ്പാ സോറി പപ്പാ, എന്നെ ക്ഷമിക്കൂ പപ്പാ എന്ന് പറഞ്ഞ് ആ മകൻ തൻ്റെ തെറ്റു മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ നാം ഈ തലത്തിൽ നമ്മളെ മക്കളെ വളർത്തണം. ദൈവവചനപ്രകാരം ഇവിടെ നോക്കണേ, ഞാനീ ശലോമോൻ പറയാണ്, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ സ്തോത്രം തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, നിങ്ങളുടെ മക്കൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, സ്തോത്രം തൻ്റെ മക്കൾ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവരെ എന്ത് ചെയ്യുന്നു സൃഷ്ടിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ കാണിക്കുന്ന കുഞ്ഞു തെറ്റായാലും, ഇപ്പോൾ കുഞ്ഞിന് ചിലപ്പം 3 വയസ്സായിരിക്കാം, 4 വയസ്സായിരിക്കാം, 5 വയസ്സായിരിക്കും, ചിലപ്പോൾ അവർക്ക് 8 വയസ്സായിരിക്കാം, 9 വയസ്സായിരിക്കാം. നമ്മളെ കയ്യിൽ തന്നിരിക്കുന്ന സമയം അവരെ നേരായ പാതയിൽ നാം വളർത്തുവാൻ നാം തയ്യാറായാൽ, കുഞ്ഞുഞ്ഞ് തെറ്റുകൾ കാണിക്കുമ്പോൾ കുഞ്ഞുഞ്ഞ് ശിക്ഷകൾ കൊടുത്താൽ അവർ നേരായ പാതയിൽ വളരും. അവർ ലോകപ്രകാരം ജീവിക്കത്തില്ല. നാളെ അവർ സ്തോത്രം മോശമായ തലത്തിൽ പോകത്തില്ല. നാളെ അവർ മയക്കുമരുന്നിലോ കഞ്ചാവിലോ ഗുണ്ട എന്ന നിലവാരത്തിലോ മോഷ്ടാക്കൾ എന്ന നിലവാരത്തിലോ അവർ പോകത്തില്ല. മറിച്ച് മക്കൾക്ക് യഹോവ തരുന്ന അവകാശവും ഉദരഫലം ആ ദൈവം തരുന്ന പ്രതിഫലവുമായ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നല്ല മാന്യതയുള്ള, അവരും നിമിത്തം ദേശനടുവിൽ നല്ല ഒരു ശ്രേഷ്ഠകരമായ മാന്യതയുള്ള തലത്തിൽ ആ മക്കൾ വളരപ്പെടുവാനിടയാകും. അതുകൊണ്ട് നിങ്ങൾക്കും സന്തോഷിപ്പാൻ സ്തോത്രം, നിങ്ങൾക്കും അത് കണ്ട് നമ്മുടെ മക്കളെ വളർച്ച കണ്ട് നിങ്ങൾക്കും സന്തോഷം അനുഭവിക്കുവാനിടയാകും. നോക്കണേ, ഒരിടത്ത് എനിക്കറിയാവുന്ന പിതാവിനൊരു ഒരു മകനുണ്ട്. ആ മകൻ സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിൽ വെച്ച് ആ മകൻ ഒരു തെറ്റ് ചെയ്തു. കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചടിച്ചു. ആ അടി കൊണ്ട കുഞ്ഞ് എന്ത് ചെയ്തു, തൻ്റെ ക്ലാസ് ടീച്ചറായ സാറിൻ്റെ അടുത്ത് എന്ത് ചെയ്തു, കാര്യം പറഞ്ഞു. ആ അധ്യാപകൻ വന്നപ്പോൾ ആ അടിച്ച പയ്യനെ വിളിച്ചിട്ട്
കൈ നീട്ടട്ടെ, എന്തിനാ നീ അവനെ അടിച്ചെന്ന് ചോദിച്ചുകൊണ്ട് വടിയെടുത്ത് 2 അടി കൊടുത്തു. ആ കുഞ്ഞെന്ത് ചെയ്തു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാ. ആ കുഞ്ഞ് നേരെ വീട്ടിൽ വന്ന് തൻ്റെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസം പിതാവ് സ്കൂളിൽ പോയിട്ട് സാറിനെ അടിക്കാൻ നിൽക്കുക. നീ എന്തിനാ എൻ്റെ മകനെ അടിച്ചത്? എൻ്റെ മകൻ അങ്ങനെ തെറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമായതല്ലേ, ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു. നമ്മളെ സാറുമാർ നമ്മളെ വടിയെടുത്ത് ഒരു തെറ്റ് കാണിച്ച് ഒരു അടിയടിച്ചാൽ വീട്ടിൽ വന്ന് നമ്മുടെ മാതാവിൻ്റെ അടുത്തോ പിതാവിൻ്റെ അടുത്തോ നമ്മൾ പറയത്തില്ല. കാരണം നമ്മൾ പറയാൻ ഭയക്കും. എന്തിനാ ഭയക്കുന്നത്? അച്ഛാ അല്ലെ പപ്പ, സാർ എന്നെ കമ്പെടുത്ത് അടിച്ചു. എവിടെ അടിച്ചതാ? എവിടെ അടിച്ചു? പപ്പ ചുമന്നിരിക്കുന്നു. എന്താ അടിച്ചതിൻ്റെ കാര്യം എന്തിനാണ്? അത് പഥ്യം പഠിച്ചില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്തിരുന്ന കൂട്ടുകാരെ എന്നെ എന്തോ ഒരുമാതിരി കൊഞ്ഞനം കാട്ടിച്ച് ഞാൻ അവന് ഇടി കൊടുത്തു, അതുകൊണ്ടാണ് സാർ അടിച്ചത്. ഇത് നമ്മൾ ഈ രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, അല്ല സഹോദര സഹോദരി, നമ്മൾ കാലഘട്ടത്തിൽ നമ്മൾ വന്ന് നമ്മളെ മാതാവിൻ്റെ അടുത്തോ പിതാവിൻ്റെ അടുത്ത് പറയുമോ? നോ, പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? സാർ അടിച്ചു എന്നൊരു കാര്യം പിതാവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് നിന്നെ അടിച്ചത് സാറ്? അതിന്ന തെറ്റ് ചെയ്തതുകൊണ്ട്. നിൻ്റെ അടുത്ത് ആരുടെ ആ തെറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് അടുത്ത അടി വീട്ടിൽ നിന്നാണ്. താറുമാറടി കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം പറ്റുമെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ മാതാവ് അല്ലെ പിതാവ് സ്കൂളിൽ ക്ലാസ് ടീച്ചർ അല്ലെ ക്ലാസ് അധ്യാപകനെ കാണാൻ വേണ്ടി വരും. കാണാൻ വന്നിട്ട് ഇങ്ങനെ പറയും, സാറേ, എൻ്റെ മകൻ എന്ത് തെറ്റ് കാണിച്ചാലും അവനെ വടിയെടുത്ത് നല്ല അടി കൊടുക്കണം. അവനെ നേരായി വളർത്തുവാനാണ് ഞങ്ങൾ അവനെ സ്കൂളിൽ വിടുന്നത്. നോക്കണേ, ഞാനും നിങ്ങളൊക്കെ പഠിച്ച കാലഘട്ടം അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടം നേരെ തിരിച്ചാണ്. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഉത്തുപ്പോര് ചുമന്നിരിക്കുകയാണെങ്കിൽ വീട്ടിൽ വരും, മക്കൾ ഇതാരാ അടിച്ചത്? സാറാ അടിച്ചത്. എന്തിനാണ് അടിച്ചത്? അത് പഥ്യം പറയത്തുണ്ട് എൻ്റെ മക്കളെ ഇങ്ങനെയാണ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നേരെ പോവുക സ്കൂളിൽ. പിന്നെ അടിച്ച സാറിനെ അടിക്കണം, അടിച്ച ടീച്ചറിനെ അടിക്കണം. ഈ നിലവാരത്തിൽ കാര്യങ്ങൾ കടന്നു പോകപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, നമുക്ക് തന്നിരിക്കുന്ന തലമുറകളെ നേരായ പാതയിൽ നടത്താം. അവർ നേരായ നിലവാരത്തിൽ നമുക്ക് അവരെന്ത് ചെയ്യാം? നടത്താം. ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുക. നന്മയെന്നും തിന്മയെന്നും അവർ കാണിച്ചു കൊടുക്കുക. അവർ ചെറിയൊരു തെറ്റ് ചെയ്താലും വടിയെടുത്ത് അവർ ശിക്ഷിച്ച്, മക്കളെ നീ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് ശിക്ഷിച്ചാൽ ചെറിയ തെറ്റുകൾ ചെറിയ പ്രായത്തിൽ കുഞ്ഞു ശിക്ഷകളായി കൊടുക്കുമ്പോൾ അവൾ വളരെ നല്ല അനുസരണമുള്ള നല്ല അനുഗ്രഹമുള്ള തലമുറയായി വളർന്ന് നാളെ ദേശത്തിൽ അവർ ഉന്നതന്മാരായും ഉന്നതകളായി മാറപ്പെടുവാനിടയായും. അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മൾ എന്തിൻ്റെ തടസ്സമായി നിൽക്കണം? ഒരു പക്ഷേ ആ കുഞ്ഞു തെറ്റുകൾ നീ ഇപ്പോൾ അത് കണ്ടില്ലെന്ന് വെച്ച് ശിക്ഷ കൊടുക്കാതെ അനേകർ വന്ന് നിൻ്റെ മുമ്പിൽ നിൻ്റെ മക്കളെക്കുറിച്ച് പരാതി പറയും. ഓ, എൻ്റെ മക്കളെക്കുറിച്ച് പരാതി പറയുന്നു, ഓ കുഞ്ഞു മക്കൾ ഞാൻ വടിയെടുത്ത് അടിക്കണമെന്ന് ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ പറയുന്നുവെങ്കിൽ നിൻ്റെ മക്കൾക്ക് മക്കളുടെ അനുഗ്രഹത്തിന് വാത്സല്യ പിതാവേ, മാതാവേ, നീയാണ് തടസ്സം. നീ ഇന്ന് കുഞ്ഞു തെറ്റുകൾ കാണിക്കും എക്സ്ക്യൂസ് നീ കൊടുക്കുന്നുവെങ്കിൽ നാളെ അവർ വലിയ തെറ്റുകുറ്റങ്ങൾ കാണിക്കും. ഇന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് അവർ സ്കൂളിൽ പോകുമ്പോൾ ഒരു 10 രൂപ എടുത്തുകൊണ്ട് പോയാൽ എൻ്റെ മക്കൾ അവൻ്റെ അപ്പൻ്റെ പാക്കറ്റിൽ നിന്നല്ലേ പൈസ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് നീ ഇന്ന് കണ്ണടച്ച് ആ ചെയ്ത കുഞ്ഞു തെറ്റിന് നീ ശിക്ഷ കൊടുക്കാതിരുന്നാൽ അവൻ ഇന്ന് അവൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് അറിയാതെ അവൻ 10 രൂപ എടുത്തുകൊണ്ട് പോയി. നാളെ അവൻ 1000 രൂപ എടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് 18-19 ദിവസം അവൻ അയൽ വീടുകളിൽ ചെന്ന് ലക്ഷങ്ങൾ അവൻ എടുക്കും. നാളെ മോഷ്ടാവെന്ന് എന്ത് ചെയ്യും? അവൻ മുദ്ര കുത്തപ്പെടും. അല്ല, അവൻ അപ്പൻ്റെ പാക്കറ്റ് 10 രൂപ മോഷ്ടിച്ചപ്പോഴേ വടിയെടുത്ത് ഒരു കുഞ്ഞു ശിക്ഷ കൊടുത്തു. പിതാവ് വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളെ മകൻ നിങ്ങളെ പാക്കറ്റ് 10 രൂപ എടുത്തു എന്ന് പറഞ്ഞ് അവൻ്റെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൻ്റെ ഒരു കുഞ്ഞു ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ നാളെ അവനത് ചെയ്യത്തില്ല. അവൻ നാളെ ദൈവം അവനെ വെച്ചിരിക്കുന്ന അനുഗ്രഹം പ്രാപിച്ച് അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും ഉയർച്ചയിലേക്കും അവൻ വളരപ്പെടുവാൻ ഇടയാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹത്തിന് വാത്സല്യ പിതാവേ, മാതാവേ, നിങ്ങളെന്തിന് തടസ്സം നിൽക്കണം? നിങ്ങളവരെ നേരായ പാതയിൽ നടത്തുവിൻ. കുഞ്ഞു തെറ്റുകൾ കണ്ട ശിക്ഷ കൊടുക്കുവിൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അവരെ അനുഗ്രഹിപ്പിൻ. ദൈവവചനപ്രകാരം അവരെ മുന്നോട്ട് നയിപ്പിൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രികാലം നിർത്തുന്നു. ഈ രാത്രികാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, ഈ രാത്രി അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു.
കർത്താവ് രാത്രികാല ദൈവവചനം കേട്ട ഓരോ സഹോദരങ്ങളെയും സഹോദരിമാരെയും വാത്സല്യ പിതാവിനെയും മാതാവിനെയും ദൈവകരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, പ്രിയപ്പെട്ടവരെ മാനിക്കണം, ആപത്തുകളും അനർത്ഥങ്ങളും കടന്നു വരാതവണ്ണം അവരെ സൂക്ഷിക്കണം. ശത്രുവിൻ്റെ കാര്യം അവരുടെ മേൽ വെളിപ്പെടുവാൻ അങ്ങ് അനുവദിക്കല്ലേ. തലമുറകളെ മാനിക്കണമേ. തലമുറകൾ പാപത്തിലേക്ക് കർത്താവെ വീഴപ്പെടുവാൻ സ്വർഗത്തിൽ ദൈവം അനുവദിക്കുക. ദൈവവചന പ്രകാരം ജീവിച്ച് നന്മയും തിന്മയും എന്നും തിരിച്ചറിഞ്ഞ് തിന്മയെ തള്ളി നന്മ മാത്രം സ്വീകരിച്ചുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവകാരിയായി തീരാതെ മാതാപിതാക്കളെ അനുസരിച്ച് ദൈവഭയത്തിൽ വളർന്ന് അവർ മുന്നേറപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് ദേശത്തിനും സഭയ്ക്കും കുടുംബത്തിനും വലിയ സാക്ഷ്യമുള്ള തലമുറയായി കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കപ്പെടേണ്ടതിന് ഈ രാത്രികാലം യേശുവേ അങ്ങയുടെ നാമത്തിൽ യാചിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഈ രാത്രികാലം കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും എളിയവൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നടുവിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കണം. ഒന്നിനോർത്തും ഭാരപ്പെടുവാൻ, ഒന്നിനോർത്തും പ്രയാസപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ സ്തോത്രം കർത്താവെ അനുവദിക്കാതവണ്ണം അവരെ കാത്തുപരിപാലിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും ഉടയട്ടെ. ദൈവസ്നേഹം ശക്തമായി അവരുടെ മേൽ പകരും. പ്രാർത്ഥന കേട്ട ദൈവത്തിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.